നിങ്ങളുടെ കരിയറിൽ അടുത്ത വലിയ മാറ്റം. ഇതിനായിട്ട് 3 കാർഡ്സ് ഞാൻ എടുക്കുന്നു. ഒന്ന് എനിക്ക് കിട്ടിയത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. 2 ഏസ് ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. 3 ദ എംപറർ. ഈ 3 കാർഡ്സാണ് കിട്ടിയത്. ഈ കാർഡ്സ് പറയുന്നത് ഇതാണ്: ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ നിങ്ങളുടെ കരിയർ ജേണിയിൽ ഒരു പ്രധാനപ്പെട്ട എനർജി ഷിഫ്റ്റ് ആരംഭിച്ചിരിക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇത് തുടർന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാകാം. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം. ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര ഫലം ലഭിക്കുന്നില്ല എന്ന്. ഞാൻ ശരിയായ വഴിയിലാണോ എന്ന് തോന്നിയിട്ടുണ്ടാവാം. എൻ്റെ കരിയർ ഒരിക്കലെങ്കിലും മെച്ചപ്പെടുമോ എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഈ കാർഡ്സ് പറയുന്നത് അതെ, ഒരു വലിയ മാറ്റം നിങ്ങളുടെ വഴിയിലാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് ആദ്യമായിട്ട് കിട്ടിയത്. ഈ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് അടുത്തിരിക്കുകയാണ്. ഇതുവരെ സ്ലോ ആയിരുന്ന കാര്യങ്ങൾ വേഗത്തിൽ മുൻപോട്ട് പോകും. അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് വരാം. ഒരു കോൾ, ഒരു ഇൻ്റർവ്യൂ, ഒരു പ്രൊജക്റ്റ്, ഒരു റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ കരിയർ പോവും. ഭാഗ്യത്തിൻ്റെ ചക്രം തിരിയാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ സംഭവങ്ങൾ പോലും ജീവിതത്തിൽ വലിയ രീതിയിൽ മാറുന്നതായിട്ട് തോന്നും. നിങ്ങളിപ്പോൾ കാണാത്ത വാതിലുകൾ തുറക്കാൻ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് ഓപ്പൺ മൈൻഡായി ഇരിക്കുക. ചില അവസരങ്ങൾ ആദ്യം ചെറുതായി തോന്നാം, പക്ഷേ പിന്നീട് അവ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയിട്ട് മാറാം. ഇനി രണ്ടാമത്തെ കാർഡ്സ് ഏസ് ഓഫ് പെൻറ്റാക്കിൾസ് എനർജിയാണ് കാണിക്കുന്നത്. ഈ റീഡിങ്ങിൽ സാമ്പത്തിക പുരോഗതിയുടെ ശക്തമായ സൂചന കാണുന്നുണ്ട്. പുതിയ ഇൻകം സോഴ്സിനാണ് കാണിക്കുന്നത്. സാലറി ഇൻക്രീസ് ആവാം, ബിസിനസ് ഗ്രോത്ത്, അല്ലെങ്കിൽ ന്യൂ ക്ലയൻസിനാവാം, ന്യൂ കോൺട്രാക്റ്റ് ആവാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം. ഇവയിൽ ഒന്നോ അതിലധികമോ അടുത്ത ചാപ്റ്ററിൽ പ്രത്യക്ഷപ്പെടാം. നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഈ കാർഡ് വളരെ പോസിറ്റീവാണ്. ഒരു പ്രാക്ടിക്കൽ ഓപ്പർച്യൂണിറ്റി വരികയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സെക്യൂർ ആക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പുതിയ കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എനർജി കാണുന്നുണ്ട്. ഇത് ഓവർനൈറ്റ് സക്സസ് ഒന്നല്ല, പക്ഷേ സോളിഡ് ഗ്രോത്ത് ആണ്. ലോങ് ടേം സ്റ്റെബിലിറ്റി നൽകുന്ന ഗ്രോത്ത് തന്നെയാണ്. മൂന്നാമത്തെ കാർഡ് ഇതാണ്, ദ എംപറർ എനർജി. ഈ കാർഡ് റീഡിങ്ങിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗം ഇതാണ്. ലീഡർഷിപ്പ് എനർജിയാണ് കാണുന്നത്. അതോറിറ്റി എനർജി, റെക്കഗ്നേഷൻ എനർജി. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കാം. പീപ്പിൾ മേ സ്റ്റാർട്ട് സീയിങ് യു ഡിഫറെൻ്റ്ലി. കഴിഞ്ഞ കാലത്ത് നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ തുടങ്ങും. ദ എംപറർ പറയുന്നത് നിങ്ങളുടെ പവർ തിരിച്ചറിയൂ എന്നാണ്. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ കേപ്പബിൾ ആണ്. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ റെഡി ആയിട്ടുള്ള ആളാണ്. കരിയറിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ തന്നെ ആ ലെവലിൽ കാണാൻ പഠിക്കണം. പലർക്കും ഈ റീഡിങ്ങിൽ കാണുന്ന പ്രധാന തടസ്സം ടാലൻറ്റിൻ്റെ കുറവല്ല, കോൺഫിഡൻസിൻ്റെ കുറവാണ്. നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു സംശയം ഉണ്ടാവാം. എനിക്ക് കഴിയുമോ? ഞാൻ ഇതിനും യോജിച്ച ആളാണോ? ഞാൻ മതിയോ? ഞാൻ തയ്യാറാണോ? ഈ ചോദ്യങ്ങൾ വിട്ടുകളയേണ്ട സമയം ആയി. നിങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങൾ വളരുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കരിയർ സക്സസ് എന്നതൊരു ഡെസ്റ്റിനേഷനൊന്നല്ല, ഒരു ജേണിയാണ്. ഓരോ സ്കിൽസ് പഠിക്കുന്നതും, ഓരോ ചാലഞ്ച് നേരിടുന്നതും, ഓരോ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുന്നതും നിങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ റീഡിംഗ് കാണുന്ന ചിലർക്കായിട്ട് ഒരു മെൻറ്റർ എനർജി കാണുന്നു. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കരിയർ അഡ്വൈസ് നൽകുന്ന ഒരാൾ. ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിച്ചേക്കാം. മറ്റു ചിലർക്ക് വേണ്ടിയിട്ട് റീലൊക്കേഷൻ എനർജി കാണുന്നു. പുതിയ സ്ഥലം, പുതിയ കമ്പനി, പുതിയ ടീം, പുതിയ എൻവിറോൺമെൻറ്റ്. ആദ്യം ഇത് ഭയപ്പെടുത്താം, പക്ഷേ
അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റമായിരിക്കാം. ഇതിൻ്റെ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്, യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്, നീ ഇപ്പോൾ ചെയ്യുന്ന പരിശ്രമം വെറുതെ ആകുന്നില്ല, നിൻ്റെ സമയം വരികയാണ്, നീ കരുതുന്നതിലും അടുത്താണ്. കരിയർ ജേണിയിൽ പേഷ്യൻസ് വളരെ പ്രധാനമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഫലം കാണുന്നതിന് മുമ്പ് തന്നെ വളരുകയാണ്. റൂട്ട്സ് ആദ്യം വളരുന്നു, പിന്നെ മാത്രമാണ് ട്രീ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റൂട്ട്സ് വളരുന്ന ഘട്ടത്തിലായിരിക്കും നിങ്ങളിപ്പോൾ. അതുകൊണ്ട് കമ്പയർ ചെയ്യരുത്, മറ്റുള്ളവരുടെ സക്സസ് നോക്കി നിരാശപ്പെടുകയൊന്നും ചെയ്യരുത്. ഓരോരുത്തർക്കും സ്വന്തം ടൈം ലൈൻ ഉണ്ട്. നിങ്ങളുടെ ടൈം ലൈൻ നിങ്ങളുടേതാണ്. അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഒരു കരിയർ ഷിഫ്റ്റ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, റെക്കഗ്നേഷൻ, ലീഡർഷിപ്പ് എനർജി, പോസിറ്റീവ് ചേഞ്ച്, ഇവയിലൊന്നോ അതിലധികമോ കാണാൻ സാധ്യത ശക്തമാണ്. ഇപ്പോൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നിങ്ങളുടെ കരിയറിനെ മനസ്സിൽ കാണുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ വേർഷനെ കാണുക. നിങ്ങൾ ആ വ്യക്തിയായിട്ട്, ആ വ്യക്തി എങ്ങനെയായിരിക്കും അവരുടെ കോൺഫിഡൻസ്, എങ്ങനെയായിരിക്കും അവരുടെ സക്സസ്, ഇപ്പോൾ തന്നെ ആ എനർജി ഫീൽ ചെയ്യണം. കാരണം ട്രാൻസ്ഫർമേഷൻ ആരംഭിക്കുന്നത് ഇമാജിനേഷനിൽ കൂടിയാണ്. നിങ്ങൾ അടുത്ത ചാപ്റ്റർ എഴുതപ്പെടുകയാണ്, ഒരു പുതിയ അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്, ഒരു പുതിയ തുടക്കം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അഫർമേഷൻസ് ഇതാണ്: ഞാൻ എൻ്റെ കരിയറിൽ വളർച്ചയും വിജയവും സമൃദ്ധിയും സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ പരിശ്രമം ഫലം കാണുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ശരിയായ അവസരങ്ങൾ വരുന്നു. ഞാൻ വിജയത്തിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ റീഡിങ് നിങ്ങളോട് കണക്റ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക കരിയർ സക്സസ് എന്ന്. താങ്ക് യു.